വിറയാർന്നു നിന്ന പൈൻമരങ്ങൾക്കിടയിലൂടെ പ്രകാശം താഴേക്ക് കിനിഞ്ഞിറങ്ങി വെറ്റിലക്കുടിക്ക് മീതെ വന്നു നിന്നു. ഇതൊന്നും അറിയാതെ സ്വാമി പണിയിൽ മുഴുകിയിരുന്നു. ഉഷ്ണം തിങ്ങി നിറഞ്ഞ തേനിയിൽ നിന്നും ജോലി തേടി അവൻ ഇവിടേക്ക് വരുമ്പോൾ പച്ച പുതച്ചു നിൽക്കുന്ന ഇലകളും അതിൽ തട്ടി മടങ്ങി വരുന്ന കാറ്റും നുര പതഞ്ഞൊഴുകുന്ന അരുവിയും നേരം തെറ്റാതെ പെയ്യുന്ന നൂൽമഴയും ഒക്കെയായിരുന്നു പ്രിയം. എന്നാൽ ഇപ്പോൾ വെറ്റിലക്കുടിയിലെ ഏതോ എസ്റ്റേറ്റ് ലയത്തിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സെൽവിയിലേക്കായി അവന്റെ ഇഷ്ടം. സെൽവിയുടെ പിന്നാലെ ദിവസവും സ്കൂൾ അരികിൽ വരെ പോകുമ്പോഴും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. സെൽവിയുടെ കൂട്ടുകാരിയായ റോസിനെ ജോൺ കാണുന്നതോടെ തന്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ പ്രതീക്ഷകൾ മാത്രം ബാക്കിയായ ചുഴിയിലേക്കെടുത്തെറിയപ്പെടുകയാണെന്ന്. എവിടെയാ എവിടെയാ നിന്റെ കർപ്പൂസ്വാമി? ഇനി വല്ലതുണ്ടാ? പേഞ്ചിട്ട് കുടിക്കാനാ ഇല്ല കുടിച്ചിട്ട് പേരാണാ? ദേശാജി, നീ ഒറ്റ ഒരുത്തിന് അവന് വളപ്പിച്ചു കൊടുക്കണേ. സ്കൂളിലേക്ക് പോണ ഞങ്ങളുടെ പിന്നാലെ പാഞ്ഞു കാണും. ഇങ്ങനെയാണ് ദസുരേ, അവനെ നിന്റെ അടുത്തിട്ട് മാറ്റേണ്ടി വരട്ടാ. ஊருக்காரங்க கிட்ட நான் வாங்கி கட்டிக்கலாம் இல்லையா? நான் என்ன பஞ்சாயத்து சொத்தா? வரவன் போறவங்க என் மேல ஏறி மேய. ഇത് പിന്നെ നിന്നോടല്ലാതെ ഞാനല്ല പുണ്യാളോടെ പറയാ. ആഹാ, സ്കൂളിലെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നെല്ലാരും വന്നാവോ? തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നീ ഇവിടെ ജോലിക്ക് കയറുമ്പോ എല്ലാ പണിയും ചെയ്തോളാന്നാ പറഞ്ഞേ, അതോ എനിക്കിട്ട് പണി തരാന്നാ? എടാ ആണോന്ന്? എന്തുട്ര സ്വാമി ഗേറ്റിൽ കാണിച്ചിരിക്കണേ? ഇതിന്ന് കൊടുക്കണ്ടാണെന്ന് നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ? ഹൈ, നീ എങ്ങോട്ടാ നോക്കണേ? നീ ഇങ്ങോട്ട് നോക്ക്. ഇത് അർജന്റാണെന്ന് നിന്നോട് പറഞ്ഞല്ലേ? അന്ത അവസരം ഇവണിക്കില്ലല്ലേ? ഇത് മത്യാസേട്ടൻ എല്ലാ വർക്കിനും പറയുന്നതല്ലേ? അത് പറ. അപ്പൊ നീയൊക്കെ ഇതെനിക്ക് അറിഞ്ഞോണ്ട് ഉണ്ടാക്കിയതാണല്ലേ? മത്യാസന്നെ എന്നെ തപ്പ് നടന്നിച്ച് സൊല്ല്. ഞാൻ പറഞ്ഞു തരാം. നീയേ ഞാൻ തന്ന ഡ്രോയിങ് ഇങ്ങെടുത്തേ, ഇങ്ങെടുക്കടാ. ഹൈ, റോസേ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഞാൻ പറയാം, പക്ഷേ തിരിച്ച് എന്നെ ഒന്നും പറയരുത്. താഴത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യന് നിന്നെ ഇഷ്ടമാന്ന്. സത്യം റോസേ, ഇഷ്ടമാന്ന്. അവന്റെ പേര് ജോണെന്നാ. നിങ്ങളുടെ ജാതിക്കാരനാ, വലിയ പണക്കാരനാ. അവന് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇനി നീ എന്തുവല്ലും ചെയ്. ആ തവള എന്തുവായിരുന്നടി പറഞ്ഞേ? എനിക്കൊന്നും ഇംഗ്ലീഷിലാണോ പറഞ്ഞേ? ഓ അല്ലടി, താഴത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ചെറുക്കൻ എന്നെ ഇഷ്ടമാണ്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. വേണ്ട മോളെ, ആ കളിയൊന്നും വേണ്ട. അല്ലേ ഞാൻ പറഞ്ഞോ വേണമെന്ന്? പൊടി. മത്യാസേട്ടൻ ഉടനെ ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരി പണിയല്ലേ അവൻ കൊടുത്തേ. நீங்க என்ன வேணாலும் பேசுங்க, நான் அது வேணும்னு செய்யல. നീ വല്ല പെമ്പിള്ളേരെ ആലോചിച്ച് ഓരോന്ന് ചെയ്ത് കുട്ടിയപ്പോഴേ പോയത് മത്യാസേട്ടൻ ഇരിപ്പടമാ. அந்த பொண்ணு தவிர வேற யாரும் நான் நினைக்கல. அந்த பொண்ணு உனக்கு தானே சொல்லிச்சா உன்கிட்ட? അത് ശരിയാ. നിന്നോട് അവളൊന്ന് മിണ്ടിയിട്ടുണ്ടോ? പോട്ടോ ഒന്ന് നോക്കിയിട്ടുണ്ടോ? പാപ്പാ പിന്നാടി തിരുമ്പി തിരുമ്പി പാപ്പാ. അത് പിന്നാലെ ചെന്നേ നീ അവളെ കടിക്കുമെന്ന് പേടിച്ചിട്ടാ. அண்ணா கவலைப்படாத, அவனை பார்த்தா போதும்ல. എടാ എടാ, വെറുതെ ഇരിക്കുന്നതിനെ ചുമ്മാ എരിയാറ്റില്ലേ? உசு பேத்துற, நான் உண்மையை தான் சொல்றேன். വാടി. റോസേ, ഞങ്ങൾ താഴെ ഓടിക്കാണും.
மத்தியாசம் என்ன வெல்டிங் கடை போட்டிருக்காரா சலூன் கடை போட்டிருக்காரானே தெரியல. பாத்துடா சீப் ஒடிஞ்சிட போகுது. ஆமா அண்ணா, இந்த முடிக்கு கம்மி பேஸ் தான் வேணும். யாரு பார்த்தாலும் இவனை திரும்பி பார்த்துட்டு தான் போவாங்கன்னு சொன்ன பாரு, ரொம்ப கரெக்டா. அது உண்மைதானே. இவனை பேய் இல்லைன்னு புரியணும்னா 2 தடவை பார்க்கணும். அழகா இல்லையடா? சும்மா என்ன இது சூப்பரா. வரைக்கும் இந்த பிள்ளைங்க இந்த ரோட்லயாவது போய்கிட்டு இருந்துச்சு. இனிமே வருவாளுகளோ மாட்டாளுகளோ தெரியல. സെൽവി, അവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ? മിണ്ടാതെ വാടി. ഗണേശ, എന്തോ ഒരു മൈൻഡും ഇല്ലല്ലോടാ. പെട്ടെന്ന് കയറ്. കേറുവല്ലേ? ഹലോ, ഈ ഗണേശൻ പറഞ്ഞതൊക്കെ സത്യമാ. തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പോട്ടെ. തെണ്ടി. മോളെ, നിന്റെ പാർട്ടിയും വരുന്നുണ്ട്. എന്താടാ, ഞങ്ങളുടെ കൂടെ അങ്ങ് വീട്ടിലേക്ക് വരുവാന്നോ? നിന്നോട് തന്നെയാടാ ചോദിച്ചേ? സെൽവി, വേണ്ടടി. കണ്ടറിയത്തില്ല ഒരു പാവം വന്ന്. പാവം, കുറച്ചു കാലം കൊണ്ട് നിന്നെ ഞാൻ നോക്കുക. വാ സെൽവി, നമുക്ക് പോ. ഇനി ഞങ്ങളുടെ പുറകെ എങ്ങാനും വന്നാ വരാനല്ലേ പറഞ്ഞത്? പിന്നാടി വന്ന നീ എന്നാ സൈവേ? ഇറങ്ങി ഞാൻ കാലൊടിക്കും, നോക്കിക്കോ. പിന്നെ ഓടിക്കും. അതിന് എന്റെ കോഴി മാത്രല്ല നിന്റെ മുറ്റത്ത് വരുന്നേ. എന്നാ ഈ മുറ്റത്ത് നാശം കാണിക്കുന്നത് മുഴുവൻ നിന്റെ കോഴി തന്നെ അടി. എന്റെ കോഴി തീട്ടം കണ്ട എനിക്ക് പോലും അറിയത്തില്ല, പിന്നെ നിനക്ക്. പോടി, നീ പോടി. എന്തരവളെ മോശം. നിന്നോട് ഞാൻ എത്ര വട്ടം പറയണം ആ കൾച്ചറില്ലാത്ത സ്ത്രീയോട് സംസാരിക്കരുതെന്ന്? എങ്ങനെ പറയാതിരിക്കും? രാവിലെ കുറെ കോഴികളെ തുറന്ന് ഇങ്ങോട്ട് വിടും, ഇവിടെ മുടിച്ചോട്ടേന്ന് വല്ലതും പറഞ്ഞ അവക്കൊരു കളിയാക്കല. തേവിടിശി. ഞാൻ തേവിടിച്ചാലേ ഞാൻ നിന്റെ ഭർത്താവിനെ ഇതുവരെ വിളിച്ചിട്ടുണ്ടോടി? പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് പൊറുക്കും. നീ ആരാണ് ചോദിക്കാൻ? അല്ലാതെ നിന്റെ കൂടുതൽ എസ്റ്റേറ്റിലെ നോട്ടക്കാരാണ്. ഇന്നവര് നേരത്തെ തുടങ്ങിയല്ലേ. ഞാൻ ജീവിക്കുന്നത്. ഞാൻ കോഴി വളർത്തും. മിക്കവാറും ഈ തളയെ ഞാൻ തന്നെ കൊല്ലും. വേണ്ട സെൽവി, നീ ഒന്നും പറയാൻ പോണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയില്ല നമ്മളെ, അതുപോരെ. ഒരു കോഴിക്കാരൻ അവർക്ക് ഇത്ര ചൊറിച്ചില്. എന്തുവാടി നോക്കുന്നേ? കണ്ണുണ്ടായിട്ട് അതിനെത്രയും നോക്കണോ? പെണ്ണി നീടായിട്ട് മുറുമുറുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. അതിനു വേണ്ടതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടടി, അതുകൊണ്ട് നീ ഇപ്പോഴും ജീവനോടിരിക്കുന്നു. ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായില്ലേ? എന്നാലും ഒരു വീട്ടുകാരെ പേടിച്ച് വേറെ വീട് നോക്കുക എന്നൊക്കെ പറഞ്ഞാ ആൾക്കാരെന്ത് വിചാരിക്കും മേരി? ഒരു കുഴപ്പമില്ല, ചോദിക്കാൻ വരുന്നവരോട് ഞാൻ പറഞ്ഞോളാം. അവരെന്ന് തുടങ്ങിയതാ നമ്മളോട് ഈ കസർത്ത്. വീടുമില്ല, കൂടുമില്ല, പോകാനൊരിടവും ഇല്ലെന്ന് പറഞ്ഞ് ഒരു കൈക്കുഞ്ഞുമായി കരഞ്ഞോണ്ട് വന്നപ്പോ മുടിയോനെ കൊണ്ട് എസ്റ്റേറ്റിൽ ഒരു ജോലിയും താമസിക്കാൻ ഒരു വീട് ഏർപ്പാടാക്കി കൊടുക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞാനാ. അത് ഇത്ര വലിയ കോടാലിയാവൂന്ന് ഞാൻ അറിഞ്ഞില്ല. പോട്ട് മേരി, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ? ആണ്, പഴയ കാര്യങ്ങളാ. പക്ഷെ അവൾ അതൊക്കെ അങ്ങ് മറന്നു. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെയും കളഞ്ഞിട്ട് ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് കണ്ട തെണ്ടികളുടെ കൂടെയൊക്കെ ഇറങ്ങി പോകുന്നവൾമാർക്ക് എന്തോർമ്മ. പിന്നൊരു പെണ്ണാണ് അവക്ക് വളർന്നു വരുന്നതെന്ന് ഓർത്താൽ ആഹാ എന്തോ കേൾക്കാൻ നിൽക്കുവടി. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്ന് പഠിക്കടി. അല്ലേ ഓ വന്നോ? നീ എന്നെ നിனைச்ச വരമാട്ടെ നിனைச்சா? സാലറി വരുമെന്ന് പറഞ്ഞിട്ടല്ലോ പോയത്. വരണമെന്ന് നിனைக்கல. പിന്നെ എന്തിനാ വന്നേ? ഞങ്ങൾ ചത്തോന്ന് നോക്കാനോ? നീ യാനം മിതിച്ചാ കൂടെ സാഗ മാറ്റടി, എനിക്ക് தெரியாதா? അപ്പൊ അതിനുമല്ല.
പിന്നെ എന്ത് പറ്റി? ചെന്നെടുത്താലും കേട്ടില്ലയോ? என்னை எதிர்த்து பேச அளவுக்கு உனக்கு தைரியம் வந்துச்சா? ஆ? உடைப்பேன்டி. எல்லாத்தையும் உடைப்பேன். എന്റെ ദൈവമേ, ഒന്നോടെ. ആരമാരുടെ പാമ്പ് പോലും കൊത്തുന്നില്ലല്ലോ. ഓ, എന്നാൽ എനിക്ക് ഈ ഗതി വന്നല്ലോ. എന്റെ ദൈവമേ, എനിക്ക് മേല. அந்த பொண்ணு இப்போ என்ன தாண்டான்னு நினைச்சிட்டு இருப்பா. ஷோ ஆமா ஆமா, உன்னையே அவன் நினைச்சிட்டு இருக்கிறதுக்கு நீ தொலைஞ்சு போன அவளோட 1000 ரூபா நோட்டு பாரு. அப்படின்னு நினைக்கல. ആലോചിക്കാം, പക്ഷെ അവളുടെ വീട്ടുകാരറിയരുത്. தெரிஞ்சா என்ன, அவங்களெல்லாம் போக சொல்லு. அண்ணா நீ போய் தைரியமா பாருண்ணா. இந்த சில்லு வண்டி பேச கேட்டு போய் மாட்டிக்காத. அண்ணா சும்மா இருண்ண, காதலிக்கிற மனசுக்கு தான் காதலை பத்தி தெரியும். ஏய், நீ யார காதலிக்கிற? என்னத்தா? ஓட்டண்ணா. சில்லு வண்டி போய் விளைக்கலாம், காதல் வண்டி கிடக்கு. காதல் இழுத்து போதுட்டு படுங்கடா.